Hello dear students, welcome to Rapid Learn. Question is, find the derivative of tan x using first principle. First principle use ചെയ്തിട്ട് tan x ന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം tan x ന്റെ ഡെറിവേറ്റീവ് sec square x ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ആ ഡെറിവേറ്റീവ് ആയിട്ടുള്ള sec square x ലോട്ട് നമ്മൾ എത്തിച്ചേരണം. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ഫോർമുല എന്താണ്? ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് x പ്ലസ് h മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ്. നമ്മൾ തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് ടാൻ എക്സ് ഈ ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കൊടുത്ത് നമ്മൾ സ്റ്റെപ്പൊക്കെ ചെയ്ത് ഫൈനൽ ആയിട്ടുള്ള sec square x അതാണ് നമ്മുടെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് എന്താണ്? ടാൻ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താണ്? എഫ് ഓഫ് എക്സ് ഉള്ളിടത്ത് എക്സ് പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ടാൻ എക്സ് പ്ലസ് എച്ച് ആണ്. ഓക്കെ, നമുക്ക് ഈ ഫോർമുലയിലെ ന്യൂമറേറ്റർ മാത്രം ആദ്യം ചെയ്യാം. അപ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് എച്ച് മൈനസ് ടാൻ എക്സ്. ഈ ക്വസ്റ്റിനകത്ത് ടാനിനെ നമ്മൾ സൈൻ ബൈ കോസ് എന്നുള്ള ഫോമുലയാണ് മാറ്റി എഴുതുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? ടാൻ എക്സ് പ്ലസ് എച്ചിനെ സൈൻ എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് ടാൻ എക്സിനെ എങ്ങനെ എഴുതാം? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. സൈൻ എക്സ് പ്ലസ് എച്ച് കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് എച്ച് സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ cos x plus h into cos x. ന്യൂമറേറ്റർ എന്ത് ഫോമുല കിടക്കണേ? സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ എന്നുള്ള ഫോമുലാണ് കിടക്കുന്നത്. നമുക്കറിയാം സൈൻ എക്സ് മൈനസ് വൈയുടെ എക്സ്പാൻഷൻ ആണ് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. അപ്പോൾ ഇവിടുത്തെ എക്സ് പ്ലസ് എച്ചിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, എക്സിനെ നമുക്ക് വൈ ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഫോർമുല എന്താവും? സൈൻ എക്സ് മൈനസ് വൈക്ക് പകരം എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ cos x plus h into cos x. ന്യൂമറേറ്ററിലുള്ള എക്സും ക്യാൻസൽ ആയിപ്പോയി. ഇനി റിമൈനിങ് എന്തുണ്ട്? സൈൻ എച്ച് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഞാൻ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ന്യൂമറേറ്റർ നമുക്ക് എന്ത് കിട്ടി? സൈൻ എച്ച് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഇത് മൊത്തം നമുക്ക് ആ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇത് നമുക്ക് ഈ എച്ചും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എച്ചും കൂടി ഈ ഫോർമുലയിൽ ഇടണം. അപ്പോൾ എച്ച് വരും. സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, തെറ്റി പറഞ്ഞതാണ്. ഓക്കെ, എച്ച് വരും. അപ്പോൾ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഓക്കെ, ഈ സൈൻ എച്ച് ബൈ എച്ച് എന്ന് എഴുതാനുള്ള കാരണം നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് എന്ന് പറയുന്നത് 1 ആവും. 1 ഇൻറ്റു നമ്മൾ ആക്ച്വലി ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. 1 ഇൻറ്റു 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ചിന് പകരം 0 ഇൻറ്റു കോസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. കോസ് സ്ക്വയർ എക്സ് ആണ്. 1 ബൈ കോസ് എക്സ് സീക്ക് എക്സ് ആണ്. ഇതിൻ്റെ ആൻസർ എന്ത് വരും? സീക്ക് സ്ക്വയർ എക്സ്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും. താങ്ക് യു ഓൾ.